നമുക്കുണ്ടല്ലോ കുറേ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട്. പാക്കറ്റ് സാധനങ്ങൾ. അപ്പോൾ നമുക്കത് കുറച്ചൊക്കെ മാറ്റിക്കൊണ്ടാനുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതെന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നതാണേ. അപ്പോൾ ഇത് പ്ലാന്റിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. പ്ലാന്റ് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നതാണ്. 1 pound 58 ആണ്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഞാനത് പിന്നെ കാണിച്ചു തരാം. അപ്പം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഫ്ലോറൽ ഡോർമാറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന് 4 pound 58 ആണ് കേട്ടോ. അപ്പം എന്നാ പറയുന്നേ, അപ്പം അത് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഒരു ഫ്ലോറൽ മാറ്റാണ്. വെൽക്കം എന്നൊക്കെ എഴുതിയത്. സേഫ് ഈഗിൾ കാർപ്പറ്റ് വാഷിംഗ് ഇൻസ്ട്രക്ഷൻ. മെഷീൻ വാഷ് ജെൻറ്റിൽ ആൻഡ് ഡെലിക്കേറ്റ്. ഡു നോട്ട് ബ്ലീച്ച്. ഡ്രൈ ഇൻ ദ ഷെയ്ഡ്. ഡു നോട്ട് ഡ്രൈ ക്ലീൻ. ഡു നോട്ട് അയൺ. അപ്പോൾ ഇത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മെറ്റീരിയൽ തുണിയുടെയാണ്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ മേടിക്കുന്ന കാർപ്പറ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഓഫ് കോട്ടിങ് ആണെങ്കിലുണ്ടല്ലോ നിലത്ത് അത് സ്റ്റിക്കാകും. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സമ്മറൊക്കെ അല്ലേ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വില ഇച്ചിരി എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ആയിരിക്കും. 4 pound 58 ഓക്കെ. 4 pound 54 പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇൻസെക്ട് ക്യാച്ചേഴ്സ്, അതായത് 8 pieces 335. ഇത് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാരണം ഞാനത് പിന്നെ ഇത്തിരി എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതേ ഒട്ടിച്ചു വെക്കുന്ന സാധനം. ഇതെനിക്ക് 2 എണ്ണം നാട്ടിൽ കൊണ്ടുപോകാനാണ്. ബിക്കോസ് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അവിടെ ഭയങ്കര ഈച്ചയും പ്രാണികളും ഒക്കെ വരത്തില്ല. അപ്പം ഞാനിത് അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കും. 2 എണ്ണം വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു നാട്ടിലേക്ക്. അപ്പം അതിനുവേണ്ടി മേടിച്ചതാണേ. ബാക്കി നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ അതത് മേടിച്ചാണ്. നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ചൂടുള്ള പ്ലേറ്റ്സ്, ഫുഡൊക്കെ ഉണ്ടാക്കിയ പാനൊക്കെ ഇല്ലേ, അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ടേബിളിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും എന്താ പറയുക, ഭയങ്കരമായിട്ടും നമ്മുടെ ടേബിളൊക്കെ പോകത്തില്ലേ. അപ്പോൾ അതിനുവേണ്ടി മേടിച്ച ടേബിൾ മാറ്റാണ്. നല്ല ഡിസൈനുള്ളതാണ്. നമ്മുടെ ദീപാവലിയുടെയൊക്കെ ഒരു മാറ്റ് പോലെ ഇരിക്കത്തില്ലേ. അപ്പോൾ വുഡൻ്റെയാണ്. ഇതിപ്പം എത്രയാണ് പറയുക, ഇങ്ങനെ വലിയ കനമൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇതിങ്ങനെയാണ്, വലിയ കനമൊന്നുമില്ല. ഇത് ഉടനാണ് എന്ന് പറയാം എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. അതേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വില പറയാവേ. അതിൻ്റെ വില 3 pound 8 ആണ്. പിന്നെ മേടിച്ചത് നമ്മുടെ എന്നാ പറയുന്നത്, ഈ നമ്മുടെ ടാബ്ലറ്റിലൊക്കെ എഴുതുന്ന പെന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമോ? അപ്പം എൻ്റെ മോൻ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഇതിന് 1 pound 1 ആണ്. ഈ സ്റ്റൈലസ് പെൻസിൽ നമ്മുടെ മൊബൈലിലും ടാബ്ലറ്റിലൊക്കെ എഴുതുന്ന ഇത് കണ്ടോ, ഇത് ഇങ്ങനെ. അപ്പം ഇത് എന്താ പറയുക, ഇത് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഈ ഭാഗമുണ്ട്, കാണാമല്ലോ അല്ലേ. ടാബ്ലറ്റിലൊക്കെ ടച്ച് ചെയ്ത്, അത് എഴുതുന്ന പെന്നല്ല കേട്ടോ, നമുക്ക് ടാബ്ലറ്റിലും ഒക്കെ ടച്ച് സ്ക്രീനാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ വില 1 pence ഓക്കെ. ഉണ്ടല്ലോ എൻ്റെ ചില ജാക്കറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ സിപ്പ് പോയി കിടക്കുവാണ് എൻ്റെ ജാക്കറ്റിന്. അപ്പോൾ നല്ല ഒന്നാന്തരം ജാക്കറ്റാണ്, പക്ഷേ സിപ്പ് പോയതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സിപ്പ് റിപ്പയർ ചെയ്യുന്ന ഒരു കിറ്റ് മേടിച്ചതാണ്. അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് 61 pence ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുവാണെന്നാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ പറയാം അതെങ്ങനെയാണെന്ന് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഇങ്ങനെയാണ് അവർ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറ്റാം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് 61 pence ഉള്ളൂ കേട്ടോ. കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബിറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ വെക്കുന്നതാണ്, ഗാർഡൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പം അതിനായിട്ടുള്ളതാണിത്. അത് 10 എണ്ണമാണ്. അതിൻ്റെ വില 3 pound 44 ആണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. അപ്പോൾ അത് ഇങ്ങനെ ചുമ്മാ വെച്ചേക്കുവാണ്. അപ്പം അതൊന്ന് ഭിത്തിയിൽ വെക്കാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കൂട്ട് 3 എണ്ണമാണ്. ഈ ഇങ്ങനെ ഇരിക്കും സംഭവം കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം പിന്നെ. അപ്പം അത് എന്താ പറയുക, അത് 3 എണ്ണത്തിന് ആക്ച്വലി 49 pence ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനെയൊരു സംഭവമുണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഞാനത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ
കൂട്ടി വെച്ചിട്ട് കൂമ്പാരമൊക്കെ ആക്കി വെച്ച് നമ്മൾ വിത്ത് പാവില്ല, അപ്പോൾ നമ്മൾ പിന്നെയും കൈകൊണ്ട് ഇങ്ങനെ മണ്ണൊക്കെ മാന്തി നമ്മൾ വിത്തിടണ്ടേ. അങ്ങനെയല്ലാതെ നമുക്ക് എന്താ പറയുന്നത്, ലൈക്ക് ജസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് നമുക്ക് വിത്ത് നിറച്ചിട്ട് അത് നമുക്ക് ഇനി പാകാം. ഞാൻ കുറേ പാകിയപ്പോൾ ഞാനതൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് ഇനി പാകാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഇതിങ്ങനെ ഊരിയെടുക്കുക. ഓട്ടെ, ഇതിങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് സീഡ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ അടയ്ക്കുക. അടച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാമോ, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വിത്ത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരും കേട്ടോ. ഇങ്ങനെ ഞെക്കുമ്പോഴത്തേന് അപ്പം നമ്മൾ കൈ കൊണ്ട് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 73 pence ആണ് കേട്ടോ. അപ്പം ആ പാക്കറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പാക്കറ്റ് പൊട്ടിക്കാവേ. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ചെരുപ്പാണ്. ഇത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചതാണേ. നമുക്ക് നോക്കാം. അപ്പം ഇത് ഭയങ്കര ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ്. നമുക്ക് നോക്കാം ഇത് ആളിടുമോ നമുക്കൊരു ഉറപ്പുമില്ല. അത് നല്ല ഡിസൈനൊക്കെയുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല സോഫ്റ്റ്, കണ്ടോ, തൊടുമ്പം അലിഞ്ഞലിഞ്ഞ് പോകുന്ന സംഭവമാണേ. അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് £2.37 കേട്ടോ. ഇന്നാളും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ സോപ്പും എന്താ പറയുക ഡിഷ് വാഷറും എല്ലാം കൂടെ വെക്കുന്നത്. ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് മേടിച്ചതാണ്. ഒന്ന് എൻ്റെ വീട്ടിലും ഒന്ന് രാശിനി വീട്ടിലും വെക്കാനായിട്ട്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. £3.72 ആണ്. ഇച്ചിരി വ്യത്യാസമാണ്. ഇത് നമ്മുടെ ഹാൻഡ് വാഷ് നമുക്കിവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ നമുക്കിത് സോപ്പിൻ്റെ സൊല്യൂഷൻ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സ്പഞ്ച് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുന്ന കേട്ടോ. അപ്പം ഇങ്ങനെ വെക്കുന്നതാണ്. അത് സിങ്കിൻ്റെ അവിടെ സ്റ്റോർ ചെയ്യുന്നതാണേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ താഴെ ഒട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു 4 സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ സ്റ്റിക്കർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കാൻ. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ഓരോന്നൊക്കെ വറുക്കും പൊരിക്കുകയൊക്കെ ചെയ്തിട്ടേ എണ്ണ ഉണ്ടല്ലോ, അപ്പം ആ എണ്ണയിലത്തെ ഈ അഴുക്കെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമുക്കിത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. അപ്പം ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഇതിൻ്റെ അടപ്പാന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഒരു കപ്പ്, ചായക്കപ്പൊക്കെ നമ്മൾ പണ്ടിങ്ങനെ ചായ ഊറ്റുന്ന കപ്പ് പോലെ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഫിൽറ്റർ ആട്ടോ ഇത്. ഈ ഫിൽറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ക്രൂ ആണിത്. അതായത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. അപ്പോഴത്തേനും കരടുകളെല്ലാം, അതായത് നമ്മൾ വർക്കൊക്കെ പൊരിക്കുമ്പോൾ ബോണ്ടയും പോളിയൊക്കെ ഉണ്ടാക്കുമ്പം ആ എണ്ണ ചൂടാറി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചാൽ കരടുകളെല്ലാം എടുത്തിട്ട് നമുക്ക് നല്ല ക്ലിയർ എണ്ണ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ. അതിൻ്റെ വില £2.99 ആണേ. പിന്നെ നെക്സ്റ്റ് സാധനം ഇത് ഞാൻ നേരത്തെ മേടിച്ചാണ്, നമ്മുടെ സിങ്കിൻ്റെ അവിടെ ഒട്ടിക്കുന്ന നമ്മുടെ ടേപ്പ്, നല്ല ഡിസൈനുള്ള. ഇത് ഞാൻ നിങ്ങളെ മുമ്പേയും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സിങ്കിൻ്റെയൊക്കെ അവിടെ ഒട്ടിക്കുന്ന നല്ല ഫ്ലവറായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഇത് കാണാനല്ലേ. അപ്പോൾ അത് തന്നെ വാട്ടർ പ്രൂഫ് സീലിംഗ് ടേപ്പാണ്. £1.74. പിന്നെ മുമ്പേ മേടിച്ചക്കൂട്ട് തന്നെ ഇത് നേരത്തെ ഓർഡർ ചെയ്തത്, പക്ഷേ എടുത്തില്ല. ഇങ്ങനെ സ്റ്റൈലിഷ് പെന്നെ 4 കളറിലുള്ളത്, അത് £3.27 ആണ് കേട്ടോ. 4 ഉണ്ട്, നല്ല തന്നെയാണ്. അപ്പം ഇതാണ് ഇപ്പം ടെമ്മുവിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പം ഇനി കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.